അപ്പിട്ടോ നൂറാബി. ഓ മൈ ഗോഡ്, കൺഗ്രാറ്റ്സ് നൂറ. റഫ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വാപ്പി എന്നോട് പറഞ്ഞൊരു കാര്യം ഇപ്പൊ ശരിയാണെന്ന് തോന്നുകയാണ്. ഇപ്പോഴാണ് ശരിക്കും അത് ഞാൻ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നത്. വാപ്പി പറഞ്ഞത് ഇതാണ്: ഫാറൂഖെ, വീട്ടിലൊരു കൊച്ചു ജനിക്കുമ്പോൾ ഒരു പുതിയ ജീവൻ മാത്രമല്ല വരുന്നത്, ആ നിമിഷത്തിൽ അവിടെ ഒരു വാപ്പിയും ഒരു ഉമ്മിയും പുതുതായിട്ട് ജനിക്കുകയാണെന്ന്. അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. പിന്നെ അങ്ങോട്ട് നമ്മൾ അതുവരെ ജീവിച്ച ലൈഫിന്റെ ഷെഡ്യൂളും താളവും ഒക്കെ അപ്പാടെ മാറുമെന്ന് വാപ്പി പറഞ്ഞു. 1995 വാപ്പിക്ക് ആദ്യത്തെ കൺമണിയായ എൻ്റെ ഇത്തായെ കിട്ടിയപ്പോഴും 98 വാപ്പിക്ക് എന്നെ കിട്ടിയപ്പോഴും വാപ്പിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് വാപ്പി എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചത്. വാപ്പി പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഇന്തോനേഷ്യയിലെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഭീകരനെ കണക്കുണ്ട, ഇങ്ങനെ പോയാലേ നൂറ അടങ്ങിയിരിക്കുള്ളൂ കേട്ടോ. റഫയാണെന്ന് പറഞ്ഞാൽ നൂറ എടുത്ത് ചെല്ലുന്ന, റഫയാണെന്ന് പറഞ്ഞ് ഒരിടത്ത് ചെന്നാലേ നൂറ ബഹളം വെക്കാതിരിക്കത്തുള്ളൂ. എന്തൊക്കെ ഉരുട്ട് ബുദ്ധി വാപ്പി പ്രയോഗിച്ചാലാണ് നൂറയെ ഒന്ന് സമാധാനപ്പെടുത്താൻ പറ്റുക? വാപ്പിയുടെ കയ്യിൽ എല്ലാ ഉടായ്പും ഉണ്ട്, അത് വാപ്പിയുടെ കൂട്ടുകാർക്കറിയാം കേട്ടോ ബേബി, കേട്ടോ. ഒന്ന് പതുക്കെ മാറ്റട്ടെ. ഇത് ഉമ്മിയല്ല, വാപ്പിയാണ്. ചിരിക്കുന്നു എന്റെ പൊന്നി. ചിരിച്ചാൽ മാത്രം മതി കേട്ടോ, ഇന്നലെ രാത്രിത്തെ പോലെ കരയിക്കരുത്. ഇന്നലെ രാത്രിത്തെ അവസ്ഥ ഒരു ഒന്നൊന്നര അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി 9:30 ഒരു ഫുള്ള് ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ട് അത് ഞങ്ങൾ കഴിച്ചത് വെളുപ്പിനെ 4 മണിക്കാണ്. അങ്ങനെ ഇതൊന്ന് കഴിക്കാനുള്ള സമാധാനം, കുറച്ച് ഗ്യാപ്പ് നമ്മുടെ നൂറ തന്നിരിക്കുകയാണ് നീണ്ട 4 മണിക്കൂറുകൾക്ക് ശേഷം. ഇതാണ് കേട്ടോ ഇവരുടെ സാധനം. ഇന്തോനേഷ്യക്കാരുടെ പ്രിയപ്പെട്ട വിഭവമാണ്. ശരിക്കും ഈ ഫുള്ള് ഇത്രേൻ്റെ ആവശ്യമൊന്നും എനിക്ക് റഫിക്കും കൂടി ഇല്ല. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ചിക്കനെ കിടത്തേക്ക് കണ്ടിട്ട് തന്നെ വിഷമം തോന്നുന്നു കേട്ടോ. അതുവരെ ഉറക്കിയിട്ടില്ല ഞങ്ങളെ. ഒന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നൂറ് ഉറങ്ങും, എന്നിട്ട് വീണ്ടും എണീക്കും. എന്നിട്ട് കളിക്കണം രാത്രി, എന്നിട്ട് ബഹളം വെക്കണം. നൂറാബി വാപ്പി ചെക്ക് ചെയ്തോട്ടെ. നൂറാബി അപ്പി ഇട്ടോന്ന് ചെക്ക് ചെയ്യട്ടെ. നോക്കട്ടെ. ഓ മൈ ഗോഡ്, കൺഗ്രാറ്റ്സ് നൂറ, യു ഡിഡ് ഇറ്റ് നൂറ, യു ആർ മൈ ഗേൾ. ഉമ്മ ക്ലീൻ ആക്കും കേട്ടോ നൂറ, അതാ വാപ്പി ക്ലീൻ ആക്കണോ? അപ്പി ആര് കഴിവണം നൂറാബി? അപ്പി ആര് കഴിവണം, ഉമ്മിയോർ വാപ്പി? പറ ബേ. ഉമ്മി കഴിയാ മതി അപ്പി, വാപ്പി കഴിവണ്ടെന്ന്. താങ്ക്സ് യാ. ഇടിക്കല്ലേ. നൂറ അപ്പി ഇട്ട കാര്യം ആരൊക്കെ അറിഞ്ഞെന്ന് മനസ്സിലായ? നൂറ അപ്പി ഇട്ട കാര്യം ആരൊക്കെ അറിഞ്ഞെന്നറിയാവോ? നൂറ അപ്പി ഇട്ട കാര്യം ആരൊക്കെ അറിഞ്ഞെന്നറിയാവോ? ലോകത്തുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു, കേരളത്തിലുള്ളവരെല്ലാം അറിഞ്ഞു നൂറ അപ്പി ഇട്ട കാര്യം. വാപ്പി എന്ത് പരിപാടിയാണ് കാണിച്ചു തന്നു അല്ലേ? അൽഹംദുലില്ലാ. നൂറാൻ്റെ അപ്പി കോരുന്ന സമയത്ത് എൻ്റെ മനസ്സ് ദുബായിലേക്ക് പോയാട്ടോ. എൻ്റെയും റഫയുടെയും കല്യാണശേഷമുള്ള ആദ്യ നാളുകളിലേക്ക്, ഹാപ്പി മാരീഡ് ഡേയ്സിലേക്ക് പോയി. ക്രിഞ്ചാണെങ്കിൽ ക്ഷമിക്കണേ. ഞാൻ റഫയും ഒന്നിച്ചുള്ള യാത്രകളിൽ എപ്പോഴും ആലോചിക്കുന്നൊരു സംഭവമാണ് ഈ 2 പേരിൽ ഒരു മൂന്നാമൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ യാത്രകളെന്നൊക്കെ. അന്ന് ഞങ്ങൾ സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ നൂറയും കൂട്ടി സഞ്ചരിക്കണം, അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ആ വഴികളിൽ മാത്രമല്ല കേട്ടോ, പുതിയ വഴികളും തേടി പോകണം. അതിനൊക്കെ ആവശ്യമുള്ളൊരു സാധനമുണ്ട്, പാസ്പോർട്ട്. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ്. എൻ്റെ ഉള്ളിലും റഫേൻ്റെ ഉള്ളിലും കൂട്ടുകാർക്കിടയിലും ഫാമിലിയിലൊക്കെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നൂറ ബേബിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആയിരിക്കോ അതോ ഇന്തോനേഷ്യൻ പാസ്പോർട്ട് ആയിരിക്കോ എന്ന്. ഇത് ഒരു വലിയ ഡിസിഷൻ തന്നെയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, റിലേറ്റീവ്സ് ചോദിക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഉത്തരം എനിക്കില്ല, റഫയ്ക്കില്ല, നൂറ മോൾക്ക് തന്നെ ചോദിക്കണം. നൂറാൻ്റെ സിറ്റിസൺഷിപ്പ് പൗരത്വം തീരുമാനിക്കേണ്ടത് നൂറ തന്നെയാണല്ലോ. അതുകൊണ്ടൊരു തമാശയ്ക്ക് ഞാൻ റഫയും തീരുമാനിച്ച്, നൂറയ്ക്ക് ഇന്തോനേഷ്യൻ പാസ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നൂറ കരയട്ടെ, ഇന്ത്യൻ പാസ്പോർട്ട് വേണമെങ്കിൽ നൂറ ചിരിക്കട്ടെ എന്ന്. എന്തായാലും നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. എന്താ തുമ്മിയത് എന്താ? പിന്നെ മോമിച്ചു വന്നു. മോമി, ഹലോ മോമി, അങ്ങനെ ഹൗ ഇസ് ദ ലൈഫ് വിത്ത് നൂറ? At what time you slept yesterday? 4 o'clock. No, actually it's today, right? 4 a.m. Rafa, you will do or I will do? You. Me? Okay.
അങ്ങനെ വാപ്പി നൂറാൻ്റെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ പോവാണ് നൂറ. ഇതാണ് ഡൈപ്പർ. നമ്മുടെ എയർപോർട്ടിൽ കാണിക്കത്തില്ലേ, ഫ്ലൈറ്റ് പൊങ്ങാൻ നേരം ഇങ്ങനെ ആക്കും, മോളിൽ നിന്ന് വന്ന് വീഴും, അതുപോലെ ഇത് ഞാൻ ഇടാൻ പോവാണ്. കരയരുത്, ബഹളം വെക്കരുത്. വാപ്പിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത വാപ്പിയാണ് കേട്ടോ. ഓക്കെ, വൈപ്പ് ഇതാണ് വൈപ്പ്. തുടയ്ക്കാൻ പോവാന്ന്, മിണ്ടരുത് കേട്ടാ. ഓ ചവിട്ടുന്നു, ക്യാമറ ചവിട്ടി പൊട്ടിക്കല്ലേ. ഓ ഇത് ഒരു ലോഡുണ്ടല്ലോ നൂറ. ചരിഞ്ഞ് കിടക്കാം നമുക്ക്. നൂറക്ക് ഇഷ്ടപ്പെട്ട വാപ്പി വൃത്തിയാക്കുന്ന നൂറാൻ്റെ അപ്പി? നൂറക്ക് ഇഷ്ടപ്പെട്ടാ തോന്നുന്നു കേട്ടാ വാപ്പി നൂറാൻ്റെ അപ്പി വൃത്തിയാക്കുന്ന. ആണോ നൂറാബി? അങ്ങനെ like this then, but this will be dirty, right? Pipe and Noora, bismillah. Na. പത്തരമാറ്റിൻ ചേലാണ് പാടും കുയിലാണ്. പത്തരമാറ്റിൻ ചേലാണ് പാടും കുയിലാണ്. മുത്തേ മുത്തേ താളം കൊട്ടാൻ മുത്താരമായി വന്നിടാ. നൂറാബി കരയില്ലേ എൻ്റെ പൊന്നെ? നമുക്ക് പാസ്പോർട്ട് എടുക്കണ്ടേ? നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കണ്ടേ? നമുക്ക് ഇന്തോനേഷ്യൻ പാസ്പോർട്ട് എടുക്കണ്ടേ? കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഷട്ടപ്പടേന്ന് കഴിഞ്ഞു. പട്ടുതൂവാല വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിവൾക്ക്. തിരുമ്പം പണി തരാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. റഫേനെ ഒന്ന് സോപ്പിട്ടതാ ഞാനിങ്ങനെ ചുമ്മാ റഫ എടുത്ത് പറഞ്ഞു, റഫ ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും, എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, മടിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റഫ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കഴുകി വെച്ചേക്കുന്ന തുണി അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് ബാക്കി കഴുകി വെക്കാവോ, വാഷിംഗ് മെഷീൻ ഫ്രീ ഇല്ലയെന്ന്. സോപ്പിട്ടാൽ എനിക്ക് തന്നെ പണി കിട്ടി. ഞാനിപ്പോൾ ഈ സോപ്പ് പതപ്പിക്കേണ്ട അവസ്ഥ എത്തി കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റൂമിൽ വധു എടുക്കാനായിട്ടുള്ള ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. ചെറിയൊരു റൂം കണക്കാണ് കെട്ടിയേക്കുന്നത്. വധു എടുക്കാനുള്ള സൗകര്യം മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിനുള്ളിൽ വെച്ചാണ് നമ്മുടെ നൂറ ബേബീനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് കുളിപ്പിക്കുന്ന ടബ്ബാണ് ശരിക്കും പറഞ്ഞാൽ. ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് വിശാലത ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്തിട്ട് നമ്മുടെ നൂറാൻ്റെ കുഞ്ഞുടുപ്പുകൾ കഴിവാണ് കേട്ടോ. ഈ കാണുന്ന ഡ്രസ്സ് ഉണ്ടോ, ഇത് റഫേൻ്റെ മലേഷ്യയിലുള്ള കസിൻ റഫയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. റഫയ്ക്കല്ല, നമ്മുടെ നൂറാബിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ. എൻ്റെ അല്ല, സോറി, നൂറാബി ഇടുന്നതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രസ്സാണ്. ഭയങ്കര രസമാണ് അത് കാണാൻ. ബേബീനെ റാപ്പ് ചെയ്യുന്ന തുണികളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കഴുകേണ്ട ആവശ്യമില്ല. കാര്യം അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. റഫയാണെങ്കിൽ ഒരിച്ചിരി നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിവും. വൃത്തി രാക്ഷസിയാണ് കേട്ടോ റഫ. വൃത്തിൻ്റെ അങ്ങേയറ്റമാണ്. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ചെറിയ രീതിയിൽ താഴെ ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ചെടുക്കില്ല. അതൊക്കെ കഴുകി വൃത്തിയാക്കി, പിന്നെ ഇതിന് ശേഷം ഒരു തേക്കലൊക്കെ ഉണ്ട്. അയൺ ബോക്സ് എടുത്തിട്ട് വന്ന് തേച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കുള്ളൂ. കാര്യം കഴുകി സൂര്യൻ്റെ വെട്ടമടിച്ച് ഉണങ്ങിക്കഴിഞ്ഞ് തേക്കുകയും ചെയ്യും. അതിലെന്തെങ്കിലും 99.9% ബാക്ടീരിയകൾ ചത്താലും അതിനുശേഷം ഒരു 0.1% ബാക്ടീരിയ ഉണ്ടാവുമല്ലോ, അതിനെ കൊല്ലാനായിട്ട് ഇസ്തിരി ഇടുകയും ചെയ്യും കേട്ടോ ഈ തുണിയല്ല. മുടിയൊക്കെ വെട്ടി മൊട്ടയടിച്ച് ജൂനിയർ മാൻഡ്രാക്കിൻ്റെ കണക്കിരിക്കുന്നുണ്ടാ റഫാൻ്റെ ഉപ്പ. കൊച്ചുമകൾ വന്നതിൻ്റെ സന്തോഷത്തിലാണ് അളിയൻ കേട്ടാ. നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലേ ഡേ ഇൻ മൈ ലൈഫ് ഇടുന്ന്. പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് ഇടാനായിട്ട് ജീവിതത്തിലൊന്നും നടക്കുന്നൊന്നുമില്ല സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വെറുതെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഇടാഞ്ഞത്. ഇപ്പോഴാണ് എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ കൂട്ടിക്കോ. ബോറടിച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ. എന്നെ കുറ്റം പറയരുത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എഴുതിയ തുണികളൊക്കെ നല്ല ഉഷാറായിട്ട് വെയിലത്തിടുന്നത് പുറത്തല്ല, ഉള്ളിൽ തന്നെയാണ് കേട്ടോ. റഫേൻ്റെ തീരുമാനമാണ് കുഞ്ഞിൻ്റെ തുണികളൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അകത്തളം ഉണ്ടല്ലോ, അകത്തളത്തിലിട്ട് തന്നെ ഉണക്കിയെടുക്കാമെന്ന്. അതാകുമ്പോഴത്തേക്കും പൊടിയോ കാര്യങ്ങളോ കാക്കയോ പൂച്ചയോ ഒന്നും വന്നിരിക്കില്ല എന്നും ചാടില്ല എന്നും തൊടില്ല എന്നൊക്കെയാണ് റഫേൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എന്തായാലും റഫേൻ്റെ വിശ്വാസം റഫേനെ രക്ഷിക്കട്ടെ. റഫേൻ്റെ ഉപ്പ പോയപ്പോഴത്തേക്കും ആ ടി വിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്കും ആൾ ചോദിക്കുന്നു ആരാ എൻ്റെ ടി വിൻ്റെ വോളിയം കുറച്ചെന്ന്. ഞാനാണെങ്കിൽ എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബ്ലറായിരിക്കുന്നത്
ബോക്സിംഗ് ബാഗ്, നമ്മുടെ ബോക്സറിൻ്റെ ബോക്സിംഗ് ബാഗ് ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വേറെ ഒന്നും ചോദിച്ചതൊന്നുമില്ല. ആൾ പറഞ്ഞു ആരാണ് എൻ്റെ ഇതിൻ്റെ സൗണ്ട് കുറഞ്ഞതെന്ന്. അപ്പം ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ വിചാരിച്ചു കാണും ചിലപ്പോൾ തന്നെ കുറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ആൾ തന്നെ കുറച്ച് വെച്ചിട്ട് പോയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. തുണി കഴുകാൻ നേരം ഇത്ര ഇല്ലായിരുന്നു, വിരിച്ചിടാൻ നേരം കുറേ ഉള്ള മാതിരി തോന്നുന്നു കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെറിയ പരിപാടികളാണെങ്കിലും ഉണ്ടല്ലോ, ഈ തുണി കഴുകി ഈ വിരിച്ചിടുമ്പോഴൊക്കെ നടുവേന എടുക്കുന്നു. ഇനി എന്താ പറയുക, അത്രയ്ക്കും പ്രായമൊന്നും എനിക്കായിട്ടില്ല. ഞാൻ മറ്റേ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് നമ്മൾ നടുവിനൊക്കെ ഒട്ടിക്കുന്നത്, നമ്മുടെ കൊടാലി തൈലവും ഡയഗർ മാമൊക്കെ മാതിരിയുള്ള, അതുകൊണ്ട് 2 സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ കുനിയുന്നോണ്ടും നേരുന്നോണ്ടും കുനിയുന്നോണ്ടും നിവരുന്നോണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. കാര്യം ശരീരം അനങ്ങുന്നില്ലല്ലോ കുറേ നാളായിട്ട്. വർക്ക് ഫ്രം ഹോം ചെയ്ത് അങ്ങ് സുഖിച്ച് എങ്ങോട്ടും ഇറങ്ങുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. നല്ല സുഖിച്ചിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും ദേഹമൊക്കെ അങ്ങോട്ട് അനങ്ങിയിട്ടുണ്ടല്ലോ. പല സ്ഥലത്തും സന്ധിവേദനകളൊക്കെ വരുന്നു കേട്ടോ. അക്ഷരമൊന്നും മാറിപ്പോരുത്, സന്ധിവേദന എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ വേദന എന്നല്ല. റഫയ്ക്ക് ക്യാമറ കൊടുത്തുകൊണ്ട് റഫ അത് നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിയുന്ന. എല്ലാ ദിവസവും മമ്മാണ് കഴിയുന്ന. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ കഴിയുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ട് ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ഞാൻ എടുക്കുകയാണ്. വിചാരിച്ചാലും കുഴപ്പമില്ല. ദുബായിൽ വെച്ച് എൻ്റെ പണി തന്നെ ഞാൻ തന്നെയായിരുന്നു എൻ്റെ എല്ലാം കഴിയുന്നത്. കുഞ്ഞിനെ നമ്മൾ ഓൾറെഡി കിടത്തി ഉറക്കി. നമ്മൾ കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ മാറ്റി നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ട് കുഞ്ഞിനെ ഉറക്കി. നമുക്ക് കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേൾക്കാനായിട്ട് റഫ അവിടെ ഫോൺ ഓണാക്കി വെച്ച് കോൾ ചെയ്ത് സ്പീക്കർ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. എന്നാലും നമ്മൾ കുറേ നേരം ഒന്നും ഇവിടെ നിൽക്കത്തില്ല കേട്ടോ. ഇപ്പം തന്നെ തിരിച്ച് റൂമിലേക്ക് പോകും. ഇത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക്. എന്തായാലും റഫയ്ക്ക് ഭയങ്കര സന്തോഷമായി. റഫേൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വായും പൊത്തി. ഇത് എടുക്കരുത്, അയാൻ്റെ ജെട്ടി എടുക്കരുത്. ജെട്ടി അണ്ടർവെയറിനോ നൂറ കരഞ്ഞപ്പോൾ മമ്മ പോയി എടുത്തിട്ട് വന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാം പേടി സ്വപ്നം ഇപ്പം നൂറാണ്. ഞാനിങ്ങനെ തുണി ഇതൊക്കെ കഴുകി വിരിച്ചിടുന്നൊന്നും റഫ കണ്ടിട്ടില്ല. ദുബായിൽ വെച്ചിട്ടും നമ്മൾ അന്ന് ലോണ്ട്രിക്ക് കൊടുക്കലായിരുന്നു പതിവ്. 2 പേരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് സമയമില്ലാതിരിക്കുമ്പോഴത്തേക്കും തുണിയെല്ലാം കൂടെ പറക്കി ലോണ്ട്രിയിൽ എല്ലാ 3 ദിവസം കൂടുമ്പോഴത്തേക്കും ആ ലോണ്ട്രിയിലെ ചക്കം വരും, അവന് കൊടുക്കും. അവനത് കഴുകി സെറ്റാക്കി തേച്ച് മടക്കി കുട്ടപ്പനാക്കി നമുക്ക് കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് റഫ ആദ്യമായിട്ടാണ് ഞാൻ തുണി കഴുകുന്നതും ഉണക്കിയിടുന്നതൊക്കെ കാണുന്നത് കേട്ടോ. മമ്മ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ, അതാണ് റഫ ആലോചിക്കുന്നത് കേട്ടോ. നാളെ ചോദിക്കും വീഡിയോ എടുക്കണ്ടേ, തുണി വിരിച്ചെടുത്ത വീഡിയോ എടുക്കണ്ടേ, ഞാൻ പറയാൻ വേണ്ട. സൺഡേ ഞായറാഴ്ച ഇവിടുത്തെ ഈ വരുന്ന ഞായറാഴ്ച നമുക്കിവിടെയുള്ള അംഗനവാടിയിൽ പോകണം കുഞ്ഞിനെയും കൊണ്ട്. അവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളുടെ പരിപാടിയുണ്ട്. വേറെ പരിപാടിയൊന്നുമല്ല, കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കലും ഗ്രോത്ത് ചെക്ക് ചെയ്യലും അങ്ങനെയുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞായറാഴ്ച കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഞായറാഴ്ച മമ്മയ്ക്ക് ഒരു കല്യാണമുണ്ട്. എന്നെ വിളിച്ച് മമ്മ കല്യാണത്തിന് പോകാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് നൂറ ബേബീൻ്റെ കൂടെ അംഗനവാടിയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അംഗനവാടിയുടെ കേസ് പറഞ്ഞ് മമ്മയുടെ കല്യാണ പരിപാടിയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു. നമ്മുടെ ബോക്സർ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കഴുകിയിട്ട് നൂറാൻ്റെ തുണികളൊക്കെ ഉണങ്ങി കേട്ടോ. നല്ല വെയിലും നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയെല്ലാം. വേണ്ട അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിവൾക്ക്, കടവത്ത് തോണിയിരിക്കാൻ കരിവള കയ്യാനെന്തേ, അത് കണ്ട് അനതാരിൽ നിന്ന് സ്വന്തമെന്ന് തോന്നി, സ്വന്തമെന്ന് തോന്നി. കാലൊച്ചയില്ലാതെ വന്നു അടുത്തു ഞാൻ, കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വെച്ചു, ഹൃദയം പൂത്തുലഞ്ഞു. മലരെ നിന്നെ നിனைத்து நான் രസിக்கிறேன், മനതാരില്ലാ നേരം സ്വന്തമെന്ന് തോന്നി, സ്വന്തമെന്ന് തോന്നി. ഇന്നത്തെ വീഡിയോ പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം ഇത് ഫുള്ള് ക്രിഞ്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലോ ഇഷ്ടമായില്ലെങ്കിലോ ഉറപ്പായിട്ടും മനസ്സ് തുറന്ന് പറയുക. അതനുസരിച്ചിട്ട് എനിക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി വരും കാലങ്ങളിൽ ഒഴിവാക്കാം. സൺഡേ നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ഞാൻ റഫയും കൂടെ ഞങ്ങൾ നടന്നായിരിക്കും അംഗനവാടിയിൽ പോവുക. അടുത്താണ്. അപ്പോൾ ഞാൻ നൂറയും റഫയായിട്ട് വെളുപ്പിനെയാണ് പോയി നമ്മൾ അവിടെ പോയിട്ട് ഇവിടുത്തെ അംഗനവാടിയൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ ചെയ്യാനാണ് പ്ലാൻ. എന്തായാലും ലെറ്റ്സ് സീ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ ദുബായ്.